കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പ് കാലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലുണ്ടാകുന്ന ചില ചിന്തകൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തിൽ നിന്നും 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 1000 കിലോമീറ്റർ അകന്നു പോകും. ഓരോ പാപം ഓരോ കിലോമീറ്റർ നമ്മളും കർത്താവിൽ നിന്നും ദൂരെയാക്കും. വീണ്ടും ഒരേ പാപം ചെയ്യുമ്പോൾ വീണ്ടും കിലോമീറ്റർ അകന്നു പോകുന്നുണ്ട്. സ്നേഹം നഷ്ടമായി പോകുന്നുണ്ട്. കൃപ വരാതെ ആകുന്നുണ്ട്. കൃപയോടൊപ്പം സ്നേഹം ഇല്ലാതാകുന്നുണ്ട്. ദൈവവിശ്വാസം ഇല്ലാതാകുന്നുണ്ട്. ദൈവത്തെ എന്നെ അറിയാം, ദൈവം എന്നെ അറിയാം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നുപോയി പാപത്തിൻ്റെ അടിമയായി ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വചനഭാഗം നമ്മൾ പ്രത്യേകിച്ച് നോക്കിയാൽ ഓസിയയുടെ പുസ്തകത്തിൽ നിന്നും 12-ാം അധ്യായം 6-ാം വാക്യമാണ്. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരമായി നീ കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ നീ തിരിച്ചു വരണം. മനുഷ്യൻ പാപം ചെയ്തൊരു മനുഷ്യനായതുകൊണ്ട്, അവൻ പാപത്തിൻ്റെ സുഖത്തിലായതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും, സ്വാഭാവികമായി അവന് ഉടനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. അവൻ പാപത്തിൻ്റെ സുഖത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവന് തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. പക്ഷേ സങ്കടപ്പെടണ്ട, ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരാനാണ് ഓസിയയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ബലഹീനരും പാപികളുമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിൻ്റെ സഹായത്തോടെ നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു വാക്യം ഇതിൽ തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കും. ജീവിതം ആരുടെ മുമ്പിൽ അടിത്തറ വയ്ക്കാനുള്ളതല്ല, ജീവിതം ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനുള്ളതല്ല, ജീവിതം ആരുടെ മുമ്പിൽ നമ്മൾ മുട്ടിന്മേൽ നിൽക്കേണ്ടവരല്ല. ജീവിതം ദൈവത്തിൻ്റെ സമാധാനത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും ദൈവത്തോടൊപ്പം ദൈവത്തിന് മുമ്പിൽ മുട്ടിന്മേലായിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കണം. ആദ്യം മനസ്സിലാക്കുക, തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങളുണ്ട്. ഹൃദയത്തെ നന്നാക്കുക, പാപത്തിൻ്റെ അവസ്ഥയെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി വെക്കുക. എന്നിട്ട് ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും, എത്ര കിലോമീറ്റർ, 1000 കണക്കുന്ന കിലോമീറ്റർ, ഞാനിപ്പോൾ നാഗ്പൂരിലാണ്, നാഗ്പൂരിൽ നിന്ന് കേരളത്തിൽ എത്തുന്ന വരെ, നാഗ്പൂരിൽ നിന്നും ട്രിവാൻഡ്രം സെൻട്രൽ വരെ എത്താനുള്ള എത്ര ദൂരമാണോ അത്രയും കിലോമീറ്റർ അകലെയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ദൈവത്തോടൊപ്പം പ്രാർത്ഥിച്ചോടെ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തണം. നിനക്കെൻ്റെ കൃപ മതി, ആ ഒരു വചനം മാത്രം മതി. നിനക്കെൻ്റെ കൃപ മാത്രം മതി. കൃപയുണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും കടന്നു വരും. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നീതിയും സ്നേഹവും മുറുകെ പിടുക. ലവ് ആൻഡ് ജസ്റ്റിസ്, ഈ 2 വാക്കാണ് ലവ് ആൻഡ് ജസ്റ്റിസ്. ആധ്യാത്മികമായി തിരിച്ചു വരവ് എങ്ങനെ സൂചിപ്പിക്കുന്നൊരു ഹൃദയം ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ എൻ്റെ പ്രവർത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ കൈകാലുകൾ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ആക്ഷൻ കാണിക്കും. അതായത് ഹൃദയം നന്നായാൽ എൻ്റെ ബോഡി ലാംഗ്വേജ്, ശരീരത്തിൽ നിന്നും നന്മ മാത്രമേ പുറത്തു വരുത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുക, ദൈവത്തിൻ്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുക, ദൈവത്തിൻ്റെ വിശുദ്ധിയോടെ സഞ്ചരിക്കുക. പിന്നെ ഒരു കാര്യം, കരുണയോടെ ദൈവത്തിൽ ആശ്രയിക്കുക, സ്നേഹത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. മൂന്നാമത്തെ കാര്യം, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ഗുരുക്ക് വേണ്ടി സ്റ്റുഡൻസ് കാത്തിരിക്കുന്ന ഒരു രംഗം ഞാൻ പറഞ്ഞായിരുന്നു.
അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി കാത്തിരിക്കണം. കാരണം യഥാർത്ഥമായ മാനസാന്തരത്തിന് എന്തുണ്ടാവണം? സമാധാനത്തോടെയും അല്ലെ കുറച്ച് സമയം വേണ്ടി വരും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വിശുദ്ധമായ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ. ദൈവം നമുക്ക് വലിയൊരു അധികാരവും അവകാശം തരുന്നുണ്ട്, അല്ലെ ദൈവം നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം തരുന്നു. ദൈവം നമ്മളെ ഏറ്റെടുക്കും. കളഞ്ഞുപോയ നാണയം, നഷ്ടപ്പെട്ട ആടിനെയും ധൂർത്തപുത്രനെയും ദൈവം തിരിച്ച് തേടി പിടിച്ച കർത്താവാണ്. നമ്മളെയും തേടി പിടിക്കും. ഈ നോയമ്പ് കാലത്ത് നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം, ദൈവത്തോടൊപ്പം ആയിരിക്കാം. നഷ്ടപ്പെട്ടു പോയ നമ്മൾ ഓരോരുത്തരെയും ദൈവം യോജിപ്പിക്കട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ.